എന്തല്ല അപ്പം ഉഷാറല്ലേ? ഇന്ന് നമുക്ക് ബ്രദർ ആൻഡ് സിസ്റ്റർ ഓഫ് ഡേ ഔട്ടിങ് കണ്ടാലോ? അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കോളാണ്. പുറത്ത് പോയാലോ? ഞാൻ പണ്ട് ഒറ്റ മൈൻഡ് സെറ്റപ്പ് ആയതുകൊണ്ട് നോ പറഞ്ഞില്ല. അതിനെന്താ പോവാലോ? കേട്ട് പാതി കേൾക്കാത്ത പാതി കൈ കിട്ടിയ ഡ്രസ്സും എടുത്ത് ഞാനിത് ഇറങ്ങി. ചേട്ടായി ഒരു പഴഞ്ചനാണെങ്കിലും ജെൻസി കാലഘട്ടത്തിലായതുകൊണ്ട് ചേട്ടായും കുറച്ച് ഒറ്റ മൈൻഡ് സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെയുള്ള എൻ്റെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഓടിക്കും. എന്നെപ്പറ്റി നന്നായിട്ട് അറിയുന്നത് കൊണ്ടും എൻ്റെ വണ്ടി ഓടത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടാത്തത് കൊണ്ടും ചേട്ടായി മനസ്സില്ലാ മനസ്സോടെ എനിക്ക് തന്നു. വണ്ടി ഞാൻ നന്നായിട്ട് ഓടിച്ചത് കൊണ്ടും വണ്ടി പോകുന്ന വഴി അളന്നളന്ന് പോകുന്നതുകൊണ്ട് ബാക്കിയുള്ള വണ്ടി ഓടിച്ചത് ചേട്ടായിയാണേ. ഒറ്റ മൈൻഡ് പിടിച്ച് ചേട്ടായിയാണ് നേരിട്ട് കൊണ്ടുപോയത് കടാപ്പുറം കാണിക്കാനാണ് ഗൈസ്. വെറും കടാപ്പുറമല്ല, ഫോർട്ട് കൊച്ചിയിലെ കടാപ്പുറം. കടാപ്പുറത്തെ തിരിയെണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നോക്കി ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു ഗൈസ്. കടാപ്പുറത്ത് കൂടി പാടി നടന്നുകൊണ്ടാവാം ഉള്ള ഇടയ്ക്കെന്നും പറഞ്ഞ് ചേട്ടായി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നു. ഞാനൊരു ഐസ്ക്രീം ലവർ ആയതുകൊണ്ടും ഐസ്ക്രീമിൻ്റെ എല്ലാം ആയതുകൊണ്ടും അല്ലാതെ ഓസിനേറ്റി കൊണ്ടല്ല, നോട്ട് ദ പോയിന്റ്. ഞാനത് വാങ്ങി കഴിച്ച് സംതൃപ്തിയാണ് ഗൈസ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണാടി ചെറുതായിട്ടൊന്ന് മാറി ഗൈസ്. ക്യാഷൊന്നും നോക്കിയില്ല, അതെനിക്കൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കിഡ്ലോസ്കി സാധനം നോക്കി തന്നെ മേടിച്ചിട്ടാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് മാറി നടക്കുന്നു. വേറെ എന്തിനാ വായി നോക്കാൻ? പെൺപിള്ളേരെ കണ്ട അപ്പം തരമാറും ആശാന്. കടലിൽ ചാകര വന്നടിഞ്ഞതുപോലെ ആക്രാന്തം പിടിച്ച് ഓടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഫോർട്ട് കൊച്ചിയിലെ വായ്നോട്ടത്തിന് ശേഷം ഞങ്ങൾ അടുത്തതായി അവതരിപ്പിക്കുന്നത് ജ്യൂസ് സ്ട്രീറ്റിലെ വായ്നോട്ടം. അവിടുത്തെ കളക്ഷൻ എത്ര പോരെന്നും പറഞ്ഞ് ആശാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ജ്യൂസ് സ്ട്രീറ്റിലേക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് ജ്യൂസ് സ്ട്രീറ്റിലേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്തായിട്ടേ? ജ്യൂസ് സ്ട്രീറ്റിലെ പ്രത്യേകത വായി നോക്കാം. അനിയത്തെ കൂട്ടി വായി നോക്കാൻ പോയി ചേട്ടായുടെ തൊലിക്കട്ടി. അതിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് സ്ട്രീറ്റൊക്കെ ചുറ്റിക്കറങ്ങി. ചേട്ടായുടെ വായ്നോട്ടത്തിന് ചുക്കാൻ പിടിച്ച് ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഞാനും സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ആൾക്കാരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഈ ഭംഗി ആസ്വദിക്കുന്നതിനാണോ കേസ് വായ്നോട്ടം എന്ന് പറയാം. എന്തായാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വീട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.